അസ്സലാമലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പപ്പടം വെച്ചിട്ട് കിടിലൻ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ പോകുന്ന പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നതിന് മാത്രമാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഇനി നമുക്ക് എങ്ങനെയാണ് പപ്പടം വെച്ചിട്ടുള്ള റെസിപ്പി ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 പപ്പടമാണ് കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം വേണോ അത്ര പപ്പടം വേണമെങ്കിൽ നിൽക്കാം. ഇത് നാട്ടിൽ നിന്ന് കൊടുക്കുന്ന പപ്പടമാണ്, മടക്കിയിട്ട് അങ്ങനെ കൊടുക്കുന്ന കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ മടങ്ങി നിൽക്കുന്നത്. അത് കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഈ പപ്പടം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യാനായിട്ട് നമ്മുടെ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന കത്തിരിക്കയില്ലേ, അതെടുക്കുക. അതെടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്യുക. എല്ലാം പപ്പടം കൂടി ഒരുമിച്ച് വെച്ചാൽ ഒരേ ഇതിൻ്റെ ഷേപ്പിൽ കിട്ടും. ഇതേപോലെ കട്ട് ചെയ്തിടുക ആദ്യം. ഇനി നമുക്കത് കട്ട് ചെയ്ത പീസസ് നമുക്ക് ഇനിയും ചെറുതാക്കി എടുക്കണം. നല്ല ചെറുതാക്കി അത്ര നല്ലത്, ഒരുപാട് വലുതാക്കണ്ട, ഒരു മീഡിയം സൈസാക്കിയിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം കട്ട് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാട് അങ്ങോട്ട് വലുതാക്കണ്ട, എന്നാൽ മീഡിയം പോലെ ആക്കിയിട്ടെടുക്കുക. അപ്പോൾ ഞാനെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ചെറുതാക്കണമെങ്കിൽ ഇനി ചെറുതാക്കാം കേട്ടോ. അത് ഓരോരുത്തർ ഇഷ്ടം പോലെ എങ്ങനെ വെച്ച് ചെയ്യാം. പിന്നെ അതിപ്പോൾ അങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് എന്താ വേണ്ടിച്ചാൽ ആദ്യം ഒരു പാൻ വെച്ച് കൊടുക്കുക. പാൻ വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഇട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ ചെയ്യുക, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞ് വെച്ച് പപ്പടമല്ലേ കട്ട് ചെയ്ത് വെച്ചത്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ അത് ഒരുമിച്ചിട്ട് കൊടുക്കുക. ഇനി കൊണ്ടുള്ള പാത്രങ്ങളൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ പരന്ന ഫ്രൈ പാൻ എടുത്തിരിക്കുക. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നാലും വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെയാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ നോക്കുക. ഇതിപ്പോൾ എല്ലാം നമ്മൾ സാധാ പപ്പടം വറുക്കുന്ന പോലെ തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ആദ്യം ഒരു ട്രിപ്പ് എടുത്ത് ഇപ്പോൾ ബാക്കിയുള്ളത് എടുക്കണം. ഇപ്പോൾ ഫുള്ളായിട്ട് വറുത്ത് കോരി എടുത്തിട്ടുണ്ടോ. ഇനി നമുക്ക് ബാക്കി എണ്ണ അതിൽ തന്നെ ഉണ്ടാവും, അതവിടെ ഇരുന്നോട്ടെ. നിങ്ങൾക്ക് അത്ര വെണ്ണ വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് അതിൽ നിന്ന് എടുത്ത് മാറ്റാം. വെണ്ണ ഉള്ളതാണ് അതിൻ്റെ ടേസ്റ്റ്. ഇനിയിപ്പോൾ അതിന് ശേഷം ആ എണ്ണയിലേക്ക് തന്നെ ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം ഒരു 8ഓളം ചുവന്നുള്ളി ഉണ്ടാവും, അത് ചതച്ചതാണ് കേട്ടോ. ചതക്ക് തന്നെ ചെയ്യുക, മിക്സിയിലൊന്നും അരക്കണ്ട, ചതച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. ചതച്ചതിന് ശേഷം നമ്മൾ മൂപ്പിച്ചെടുക്കില്ല, നമ്മൾ കറിക്കൊക്കെ മൂപ്പിച്ചെടുക്കില്ല, അതുപോലെ ആക്കിയെടുക്കണം. ഫ്ലെയിമൊക്കെ ഒന്ന് മീഡിയത്തിലിട്ട് നമുക്ക് ജസ്റ്റ് ഇളക്കി കൊടുത്തിട്ട് ആ ഒരു പരിവാവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. കറിക്ക് നമ്മൾ മൂപ്പിച്ചെടുക്കുന്ന പോലെ തന്നെ ആക്കിയെടുക്കുക. അതൊന്നായി വരുമ്പോൾ 1 ടീസ്പൂണ് ഉണക്കമുളകിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ എരിവൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം അത് ഇനിയും ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിന് ശേഷം കുറച്ച് കറിവേപ്പില ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇട്ടതിന് ശേഷം കുറച്ചും കൂടി ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് ഈ ഉള്ളിയൊക്കെ അങ്ങനെ മൂത്ത് വരുമ്പോൾ തന്നെ നല്ല സ്മെല്ലുണ്ട്. നമ്മൾ കറിക്കും അതുപോലെ മെഴുക്ക് പുരട്ടിയൊക്കെ വെക്കുമ്പോൾ അതുപോലെ ആക്കിയില്ല, അതേപോലെ തന്നെ ആക്കിയെടുക്കുക. ഒരുപാട് അങ്ങോട്ട് കരിഞ്ഞു പോകണ്ട, എന്നാലും അതൊരു മുരിഞ്ഞ പോലെ ആവുന്ന വരെ തന്നെ ഇളക്കി കൊടുക്കുക. അതൊന്നും ആയതിനു ശേഷം നമ്മളിവിടെ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന പപ്പടമില്ല, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. പപ്പടം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി അപ്പോൾ ആ മുരിഞ്ഞതും ആ ഉള്ളിയുടെ മസാലയും എല്ലാം കൂടി പപ്പടം കൂടി ഒന്ന് മിക്സായി സെറ്റാവണം, അതുവരെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക കേട്ടോ. എല്ലാം ആ പപ്പടത്തുമ്പോൾ പിടിക്കണം, അപ്പോഴല്ലേ അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതിൽ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതാ എല്ലാം സെറ്റായിട്ടുണ്ട്, ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം സെറ്റായി. ഇനി നമുക്കത് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. ഇപ്പോൾ അവിടെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അതിപ്പോൾ ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റി. ഇപ്പോൾ ഇതാണ് പപ്പടം മൂപ്പിച്ചത് എന്നൊക്കെ പറയാം. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടത്. ഇത് പപ്പടത്തിൻ്റെ ഈ നമ്മൾക്ക് ഉള്ളിയായി മുരിഞ്ഞ് കാണുന്നില്ല, ആ ഉള്ളി കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ്. ആ ഉള്ളി പപ്പടം കൂടി കഴിക്കുമ്പോഴും ഉള്ളി വെറുതെ കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ ഉള്ളി മൂപ്പിച്ചത് അത് മാത്രം എടുത്ത് കഴിക്കുമ്പോൾ നല്ല കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ എന്നും നമ്മൾ പപ്പടം ഒരേ രീതിയിൽ പപ്പടം പൊരിച്ചിട്ട് തന്നെയല്ല കഴിക്കല്. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കഴിച്ചാൽ പപ്പടം നമുക്ക് എത്രത്തോളം വേണോ അത്രയും എടുക്കുക കേട്ടോ. കട്ട് ചെയ്തിട്ട് എടുക്കുക. ഉള്ളി അതിനനുസരിച്ച് ഒന്ന് കുറച്ച് കൂട്ടിയെടുക്കുക. അതൊക്കെ നമുക്ക് എത്ര വേണോ അതിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പപ്പടത്തിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ സാധാ പപ്പടം പൊരിക്കുന്ന ടൈം തന്നെ വരും, കുറച്ച് ഉള്ളി ഒന്ന് ജസ്റ്റ് വാടുന്നൊരു സമയം എടുക്കും, അത്രയേ ഉള്ളൂ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ അതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഉണ്ടാക്കിയവരുണ്ടാവും, അല്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയുള്ള നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.